എപ്പോഴും ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 അല്ല, നമ്മൾ ഗോൾഡൻ പോയിന്റ് ആയിട്ട് പഠിച്ചതാണ്. പിന്നെ ഇതെപ്പോഴും 0 ആവുന്നത് എപ്പോഴാണ് A = B = C ആകുമ്പോഴാണ് 0 ആവുന്നത്. പിന്നെ പവർ ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് സിമ്പിളാണ്. ഇതും ബേസിക് മാത്സ് വെച്ച് വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. പിന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഉള്ളോട്ടേക്ക് ഈ പവേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. പ്ലസിൻ്റെ സമയത്ത് ഞാൻ ഉള്ളോട്ടേക്ക് ഇങ്ങനെ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിടാൻ പറ്റുമോ? ഇത് കംപ്ലീറ്റ്ലി തെറ്റാണ്, ഫോൾസ് ആണ്. A⁻m എന്ന് പറഞ്ഞാൽ 1/A⁻m ആണ്. ഓക്കെ, A⁻1/n എന്ന് പറഞ്ഞാൽ A⁻1/2 എന്ന് പറഞ്ഞാൽ റൂട്ട്, A⁻1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട്. അപ്പോൾ ഇതാകുമ്പോൾ എന്താ nth റൂട്ട് എന്ന രീതിയിൽ. അപ്പോൾ എന്നെ എപ്പോഴും നമ്മൾ റൂട്ട് എന്ന് പറഞ്ഞാൽ 1/2 എന്നല്ല തുടങ്ങുന്നത്, അല്ലാണ്ട് A⁻1ത്തിൻ്റെ ആ സാധനം വരുന്നില്ലല്ലോ. 1/1 എന്ന് പറഞ്ഞാൽ A എന്നല്ലേ, റൂട്ട് അപ്പോൾ 2നേക്കാളും വലുതാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. A⁻m × A⁻m+n എന്ന് എഴുതാൻ പറ്റും. A/n = m A⁻m-n എഴുതാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ m+n എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്, തെറ്റാണ്. ശരി, ഇതാണെങ്കിലോ A/B⁻m എന്ന് എഴുതാൻ പറ്റും, ശരിയാണ്. ഇതാണെങ്കിലോ A/B⁻m എന്ന് എഴുതാൻ പറ്റും, രണ്ട് പവേഴ്സ് സെയിം ആയതുകൊണ്ട്. പിന്നെ ഇതെന്താ m-n എന്ന് എഴുതുന്നത് മണ്ടത്തരമാണ്, ഫോൾസ്. 1/n 1ൻ്റെ മുകളിൽ എന്ത് തേങ്ങ ആയാലും 1 തന്നെയാണ്. 0ൻ്റെ മുകളിൽ എന്തായാലും എക്സെപ്റ്റ് 0 ആയിക്കഴിഞ്ഞാൽ 0 തന്നെയാണ്. ശരി, A³ + B³ + 3ABC എപ്പോഴാണ് ആവുന്നത്? നമുക്ക് ഒരു കാര്യം, A³ + B³ + C³ - 3ABC = A + B × A² + B² + C² - AB - BC - CA ആണ്. അപ്പോൾ എപ്പോഴാണ് 0 ആവുന്നത്? A + B + C 0 ആകുമ്പോൾ, അല്ലെങ്കിൽ A = B = C 0 ആകുമ്പോൾ. ഓക്കെ, ഇപ്പോൾ A + B + C 0 ആണെങ്കിൽ A³ + B³ + C³ = 3ABC ആണ്. ഓക്കെ, ശരി. ഇതിങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് അതിനകത്ത് ചെയ്താൽ ജസ്റ്റ് നമ്മുടെ മറ്റേ പരിപാടി, ഇത് x² + 2y² + 3z² മൈനസ് AB 2xy BC AC ആ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ x = y = x = 2y = 3z = λ എന്ന് പറയാൻ പറ്റും. സോ λ is to x is to y is to z അല്ല, λ is to എത്രയാണ്, λ/2 is to λ/3. ഇപ്പോൾ λ കട്ടാവും, 1 is to 1/2 അപ്പോൾ ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ, ഇപ്പോൾ 6 is to 3 is to 2 അതാണ്. ഇതാണെങ്കിലോ ഇത് ഈവൻത്ത് പവറാണ്, അപ്പോൾ പുറത്തോട്ട് വരുമ്പോൾ mod x വരാൻ, ഓർത്ത് പവർ കൊണ്ട് അതേപോലെ തന്നെ വരും, x ആയിട്ട് തന്നെ വരും. ഇതാണ് എങ്ങനെ ചെയ്യാൻ, ഇതിനെ 2³ ഇതിനെ 2³ എന്ന് എഴുതും. ഇപ്പോൾ 2³ = 1/3 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 2 പ്ലസ് ഇതിനെങ്ങനെ എഴുതും, 27 3³ എന്ന് എഴുതും. അപ്പോൾ 3³ = 1/3 എന്ന് പറഞ്ഞാൽ 3 തന്നെ വരും. സോ 3 whole raised to 3, so 5 raised to 3 125 അല്ല പോട്ടെ, 5 raised to 3 × 5 ദാറ്റ് മീൻസ് 5 raised to 1/4. സോ 5 ആണ് ഉത്തരം. അടുത്താണെങ്കിലോ 625 5 raised to 4 എന്ന രീതിയിൽ എഴുതാം, ഈസ് ടു 1/2. അപ്പോൾ അതെങ്ങനെയാണ്, 5 raised to -1/2 -1/2 അല്ല 4 × -1/2 എന്ന് പറഞ്ഞാൽ -2 റൈറ്റ്, ഇൻറ്റു -1/2 ഇത് മുകളിലല്ലേ, വീണ്ടും ഇൻറ്റു -1/4. അപ്പോൾ എത്ര കിട്ടാൻ 1/2 5 raised to 1/2 കിട്ടും. റേസ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് mod 5 ആണ്. ഓക്കെ, സോ അഗൈൻ 5 തന്നെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഓക്കെ 1/3 നമ്മൾ ക്യൂബ് റൂട്ട് പഠിച്ചിട്ട്, ഇതിപ്പോൾ റൂട്ടാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ക്യൂബ് റൂട്ടാണ് പഠിച്ചത്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഈ ടേമിനെ എക്സ് എന്ന് വിളിക്കുകയാണ്, കംപ്ലീറ്റ് ടേമിനെ എക്സ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ x³ എടുത്ത് കഴിഞ്ഞാൽ നോക്കി ഇതിൻ്റെ ഹോൾ ക്യൂബ് എന്ന രീതിയിലല്ലേ വരാൻ, ശരിയാ. അപ്പോൾ A³ A + B whole cube = A³ ദാറ്റ് ഈസ് 7 + 5√2. A³ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേസ് ടു 1/3ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പം A³ + B³ എന്ന് പറഞ്ഞാൽ വീണ്ടും 7 - 5√2 + 3AB. AB എന്ന് പറഞ്ഞാൽ 7 + 5√2 റേസ് ടു 1/3 ആണ്. ഇതാണ് A, ഇതാണ് B. ഓക്കെ, ഇൻറ്റു 7 നമുക്ക് ഹോൾ റൂട്ടിലേക്ക്, കാരണം രണ്ടും പവേഴ്സ് സെയിം ആയതുകൊണ്ട് 3AB - 5√2. ഓക്കെ, രണ്ടിനും എന്തുണ്ട്, റേസ് ടു 1/3 ഉണ്ട്. 3AB × A + B ചെയ്ത് നോക്കുക. ഇത് രണ്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ ഒരു AB ഇതല്ലേ, അപ്പോൾ ഒന്ന് അങ്ങനെ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എഴുതാം 7 + 5√2 ഹോൾ റേസ് ടു 1/3 + 7 - 5√2 ഹോൾ റേസ് ടു 1/3. അപ്പോൾ ഈ ടേം ഒന്ന് സിംപ്ലിഫൈ, അപ്പം ഇത് ക്യാൻസൽ ആവും. അപ്പോൾ 14 ആവും. ശരി, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ A + B × A - B റൈറ്റ്, A + B × A - B A² ദാറ്റ് ഈസ് 49. സോറി ഫോർ 49. let me think. Okay, 49 A² - 25 × ഓക്കെ 25 × 2 50. ശരി, അപ്പോൾ ഇത് 50 അപ്പോൾ -1, ഇപ്പോൾ മൈനസ് ഇത് -1ൻ്റെ റേസ് ടു 1/3 -1 പിന്നെ വീണ്ടും -1 × 3 ദാറ്റ് ഈസ് -3. പിന്നെ ഇവിടെ A + B കൂടി ഉണ്ട് അല്ലേ.
ഈ സാധനം ആക്ച്വലി എന്തത് ഇവിടെ വരുന്ന 7 + 5√2 ഹോൾ റേസ് ടു 1/3 പ്ലസ് 7 - 5√2 ഹോൾ റേസ് ടു 1/3 അതെന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് തന്നെയല്ലേ? ഓക്കെ, എക്സ് തന്നെയാണ്. അപ്പം ഇവിടെ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു കിട്ടിയത്? 14 മൈനസ് 3 എക്സ് ആണ് കിട്ടുന്നത്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എക്സ് ക്യൂബ് പ്ലസ് 3x മൈനസ് 14 = 0. ഓക്കെ, ക്യൂബ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എക്സിന് 2 ഇട്ട് കൊടുത്തു. അപ്പോൾ 2 ക്യൂബ് 8 പ്ലസ് 6 മൈനസ് 14. ഓഹോ, 0 ആവുന്നുണ്ട്. അപ്പം പി ഓഫ് ഇത് ഞാൻ തൽക്കാലം സാധനത്തിന് ഈ ഫംഗ്ഷനെ പി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ പി ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരുന്നുണ്ട്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ട് x - 2 എന്ന് പറഞ്ഞാൽ അത് ഫാക്ടർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫാക്ടർ തീരത്തിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരും. ഓക്കെ ഓക്കെ, x - 2 ഫാക്ടർ പോലും ശരി. അപ്പോൾ x - 2 ഫാക്ടറാണ്. ഇനി നമ്മുടെ എന്തെങ്കിലും സംഭവം എക്സ് ക്യൂബ് പ്ലസ് ആണോ? പ്ലസ് 3x മൈനസ് 14 x - 2 ഡിവൈഡ് ചെയ്യുക. x - 2 ഫാക്ടർ മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2യുടെ ഫാക്ടറാണ് 2 ആട്ടെ, 4ൻ്റെ ഫാക്ടർ 2ഉം കൂടിയാണ്. 4ൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2ഉം കൂടിയാണ്. അപ്പോൾ നമുക്ക് മറ്റ് ഫാക്ടേഴ്സ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2നെ 4 ഡിവൈഡ് ചെയ്യും. നേരെ വേറൊരു ഫാക്ടറും കൂടി കിട്ടും, റൈറ്റ്? അതിന് ഇവിടെയും ചെയ്യുന്നത് x - 2 ഡിവൈഡ് ചെയ്യും. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യാം? എക്സ് ക്യൂബ് വരണം ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? x² മൾട്ടിപ്ലൈ ചെയ്യണം. x² മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? x² മൈനസ് 2x². ഓക്കെ, അപ്പം ഇത് ഇത് എക്സ് ക്യൂബ് ആട്ടോ വരാം, ബിക്കോസ് എക്സ് ക്യൂബ്. ഓക്കെ, മൈനസ് 2x². ഓക്കെ, അപ്പോൾ ഇത് കട്ടായി ബിക്കോസ് മൈനസ് ചെയ്യുന്നല്ലേ. എന്നിട്ട് ഇത് രണ്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യും? ബാക്കി വരുന്ന സാധനം എന്താ? 2x² ബിക്കോസ് മൈനസ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന സാധനം 2x² പ്ലസ് 3x മൈനസ് 14 ആണ് വരാൻ. ശരി, ഇനി പ്ലസ് 2x² എന്ന സാധനം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം എക്സിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2x² വരും. ശരി, അങ്ങനെയാണ് ചെയ്യാൻ. ഈ ഡിവിഷൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. ഈ ഒരു ടേമിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ടേമും അങ്ങനെ സെയിം ആക്കാൻ നോക്കും. ഫസ്റ്റത്തെ ടേംസ് 2x² ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 2x കൊണ്ട് മൾട്ടിപ്ലൈ, ഈ ടേമിന് 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് 2x² കിട്ടും മൈനസ് 4x കിട്ടും. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആയി, മൈനസ് പ്ലസ് ആയി. സോ അത് 7x മൈനസ് 14 എന്ന രീതിയിലായി. ഇനി ഈ സാധനം കിട്ടണം, 7x മൈനസ് 14 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ഒരു +7 ഉണ്ട്, നേരെ 7x മൈനസ് 14, റൈറ്റ്? സോ 7x മൈനസ് 14 ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി. ഓക്കെ ആയി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഈ പറഞ്ഞ ടേം ഈ പറഞ്ഞ ക്യൂബ് പോലത്തെ സാധനത്തെ നമുക്ക് എങ്ങനെ എഴുതാം? x - 2 ഒരു ഫാക്ടർ. അത് ഓൾറെഡി നമ്മൾ ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് 0 എന്ന് കണ്ടപ്പോൾ മനസ്സിലായി ഒരു ഫാക്ടർ എങ്ങനെയല്ലോ തിരിച്ചറിഞ്ഞു ട്രയൽ ആൻഡ് എറർ വെച്ചപ്പോൾ. ഓക്കെ, അത് നമുക്ക് കിട്ടേണ്ടതാണ്. ട്രയൽ ചെറിയ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ട് ഏതെങ്കിലും 0 ആകുമ്പോൾ ഒരു ഫാക്ടർ കിട്ടും. പിന്നെ മറ്റേ നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടെത്തണം. 2x + 7. ശരി, ഇത് = 0. ഐദർ x = 0 അല്ലെങ്കിൽ ഇനി ഇതെപ്പോഴാണ് 0 ആവാൻ നോക്കാൻ. അപ്പോൾ ഇതിന് മൈനസ് b² മൈനസ് 2 + 4 മൈനസ് റൂട്ട് b² എന്ന് പറഞ്ഞാൽ 4 മൈനസ് 4 × 7. ഓ, ഇതിനുള്ളിൽ നെഗറ്റീവ് വരുന്നുണ്ട് എന്നാ. അപ്പോൾ ഇതിനൊരു റിയൽ റൂട്ട്സ് ഇല്ല. ബിക്കോസ് റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരുന്നത് നോട്ട് ഡിഫൈൻഡ്. സോ റിയൽ റൂട്ട് ഇല്ല. സോ x = 2 മാത്രമേ റിയൽ ആയിട്ടുള്ള റൂട്ട് ഉള്ളൂ. ഓക്കെ, സോ x = 2. ഇനി x എന്തായിരുന്നു? x എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ വാല്യൂ ആണ് x. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അടുത്ത ലഡ്ഡു സവാൽ നോക്കാം. നമ്മൾ ഈ ക്വസ്റ്റ്യന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും തമ്മിൽ റിലേഷൻ, L ഉം K യും തമ്മിൽ റിലേഷൻ. ഇവിടെ നോക്കി നോക്ക്, ഇങ്ങനെ ഒരു സാധനം നമുക്കൊരു അതിൽ LHL ഒരു കളി കളിക്കാം. ഓക്കെ, L / ഈ സാധനം ഏതായാലും അത് എടുത്ത് എഴുതേണ്ട, കണ്ടു നോക്കുക. ഇനി അടിയിൽ ഡിനോമിനേറ്റർ റൂട്ട് വരുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും റാഷണലൈസ് ചെയ്യാനുള്ള ഒരു പ്രവണത നമുക്ക് എപ്പോഴും വേണം. ഇനി റാഷണലൈസേഷൻ മീൻസ് എങ്ങനെയാണ്? ഇപ്പോൾ രണ്ട് ടേംസ് ഇങ്ങനെ a + b × a - b = a² - b² എന്നുള്ള ആ ടേമിലേക്ക് ക്രിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്തെ ടേമിൽ ഞാൻ നോക്കി മനസ്സിലായി, രണ്ടെണ്ണം നെഗറ്റീവ്, രണ്ടെണ്ണം പോസിറ്റീവ്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം പോസിറ്റീവ് ആരൊക്കെയാണ്? L / √10 + √21 ആണ് പോസിറ്റീവ് ഉള്ളത്. പ്ലസ് മറ്റേ രണ്ടാറും √15 + √14 അപ്പുറത്തെ ടേമിലെ √15 + √14 നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നത് റൈറ്റ് സൈഡിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? √10 + √10 ഞാൻ ഇത് റാഷണലൈസ് ചെയ്യും. എന്തായിട്ട് ഞാൻ മോളിൽ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യാൻ ഇതൊന്നും ഒഴിവായിക്കളയാം അല്ലേ. എന്തായിട്ട് മോളിൽ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനെ a എന്ന് വിളിക്കും, ഇതിനെ b എന്ന് വിളിക്കും. അപ്പോൾ a - b കൊണ്ട് മോളിൽ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യും. √10 √21 മൈനസ് √15 + √14. എന്തുകൊണ്ട് മൈനസ് ഞാൻ ഇവിടെ കൊടുത്ത മീൻസ് a + b × a - b കിട്ടാൻ അതിൻ്റെ മുകളിൽ മൾട്ടിപ്ലൈ ആണ്, റൈറ്റ്? സോ പ്ലസ് √21
മൈനസ് റൂട്ട് 15 പ്ലസ് റൂട്ട് 14. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അടിയിൽ ചെയ്യാൻ. അപ്പോൾ എ സ്ക്വയർ ദാറ്റ് ഈസ് 10. ഇതിൻ്റെ സ്ക്വയർ അല്ലേ, ഇതാണ് എ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പ്ലസ് 21 പ്ലസ് 2 റൂട്ട് 10 ഇൻറ്റു 21. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15. ഞാൻ ഇതിൻ്റെ സ്ക്വയറാണ് ചെയ്യുന്നത്, ഇതിൻ്റെ സ്ക്വയറാണ് ചെയ്യുന്നത്. 15 പ്ലസ് 14 പ്ലസ് 2 റൂട്ട് 15 ഇൻറ്റു 14. ഓക്കെ, മുകളിൽ 10 പ്ലസ് റൂട്ട് 21 മൈനസ് 15 മൈനസ് എത്രയാണ് റൂട്ട് 14. ഓക്കെ, ഇത് രണ്ടിൻ്റെ വാല്യൂ 210 ആണ്. ഇതിനെയും 200 ആണ് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. കട്ട്. അപ്പോൾ ഇനി എന്താ കിട്ടിയത്? എൽ ഇടണ്ട കേട്ടോ, മറന്നുപോയി. ഓക്കെ, 10 പ്ലസ് റൂട്ട് 21 മൈനസ് 15, വെറും 15 അല്ല, റൂട്ട് 15 മൈനസ് റൂട്ട് 14 ഹോൾ ഡിവൈഡ് ബൈ 10 മൈനസ് 15 എത്രയാണ്? ഇത് മൈനസ് 5. 10 മൈനസ് 15 മൈനസ് 5. പിന്നെന്താ ഉള്ളത്? 10 പ്ലസ് 21 31 ആണ്. 31 മൈനസ് 15 പ്ലസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39. അപ്പം മൈനസ് 9 അടിയിൽ വരും, റൈറ്റ്? സോറി, മൈനസ് 8 അടിയിൽ വരും. ഇനി എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് ഇക്വേറ്റ് ചെയ്യാൻ. അന്നേരം നോക്ക്, ഈ സാധനം ഓൾറെഡി നമ്മൾ മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ടായി പോകും. പിന്നെ ബാക്കിയുള്ള താഴെ സാധനം സിമ്പിൾ ചെയ്തതിന് ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റിനും കൂടി നോക്കാം. ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ വെച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ട്രൂ. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കൽ അനാലിസിസ് ചെയ്യണം. ഇവിടെയും റൂട്ട് കണ്ടു, റാഷണലൈസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? റാഷണലൈസിന് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടുപേരെ ഞാൻ മാറ്റി എഴുതാം ഇങ്ങനെ. അപ്പോൾ ഏത് മാറ്റി എഴുതാം അല്ലേ? എനിക്ക് 2 പ്ലസ് റൂട്ട്സ് ആണ് എഴുതി കൂടെ മാറ്റിയിട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ചിന്തിച്ച് നോക്ക്, ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്ക്. അന്നേരം അതിൻ്റെ ഉപയോഗം നമുക്ക് നോക്കാം. അത് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ ഫൈൻ. ഞാൻ എന്ത് ചെയ്യും? മോളെന്തായാലും അതിൻ്റെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 പ്ലസ് റൂട്ട് 3 മൈനസ് റൂട്ട് 7 മൾട്ടിപ്ലൈ ചെയ്യും. താഴെയാണെങ്കിലും സെയിം ആയിട്ട് എന്താ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 മൈനസ് റൂട്ട് 7 ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? മുകളിൽ 4. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. റൂട്ട് 2 പ്ലസ് റൂട്ട് 3 മൈനസ് റൂട്ട് 7 അതങ്ങനെ തന്നെ എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ. സോ എന്താ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 പ്ലസ് 3 പ്ലസ് 2 ടൈംസ് 2. ഇപ്പം 4 റൂട്ട് 3 മൈനസ് ബി സ്ക്വയർ 7 തന്നെ. ശരി, ഓക്കെ. 4 പ്ലസ് 3 7. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ 2 പ്ലസ് റൂട്ട് 7 പ്ലസ് റൂട്ട് 3 എന്ന് എഴുതിയിട്ട് മീബി അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. 4 പ്ലസ് 3 7 ആവുന്നുണ്ട്. 7 കട്ടായി, 4 കട്ടായി. ശരി, അപ്പോൾ ബാക്കിയുള്ളത് റൂട്ട് 2 പ്ലസ് റൂട്ട് 3 മൈനസ് റൂട്ട് 7 ഹോൾ ഡിവൈഡ് ബൈ 3 ആണുള്ളത്. സോറി, ഇവിടെ റൂട്ട് 3 ആണുള്ളത്. വീണ്ടും ഡിനോമിനേറ്ററിൽ എന്തായാലും റൂട്ട് വന്നു. മോളെന്തായാലും റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. റൂട്ട് 3 കൊണ്ടും താഴെയും റൂട്ട് 3 ഉണ്ട്. അപ്പോൾ അടി എന്തായി? 3 ആയി. എന്നിട്ട് ഇവിടെ ആണെങ്കിലോ റൂട്ട് 6 പ്ലസ് 3 മൈനസ് റൂട്ട് 21. ശരി, ഇനി ഇതിനെങ്ങനെ ഒന്ന് മാറ്റി എഴുതാം? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. പ്ലസ് 3 മൈനസ് റൂട്ട് 7 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഡിവൈഡ് ബൈ 3 ചെയ്യുന്ന സമയത്ത് എന്താ വരാൻ? അടിയിൽ ക്യാൻസൽ ആവും, റൈറ്റ്? സോ അടിയിൽ റൂട്ട് 2 ബൈ റൂട്ട് 3 വരും, പ്ലസ് 1 വരും, മൈനസ് 7 ബൈ 3 റൂട്ട്, റൈറ്റ്? ഇപ്പോൾ നമ്മൾ 3 റൂട്ട്സിൻ്റെ വാല്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷനായിട്ട് മാച്ച് ചെയ്താൽ മതി. ഓക്കെ, 3 റൂട്ട്സ് സാധനങ്ങളായിട്ട് ഇത് എനിക്ക് റൂട്ട് 1 എഴുതി കൂടെ? ശരിയാ, ഞാൻ ഓപ്ഷനായിട്ട് മാച്ച് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടർ തിയറം നോക്കാം. ഓക്കെ, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി. ഇപ്പോൾ എന്താ ചെയ്യാൻ പരിപാടി? ആദ്യം നമ്മൾ എന്ത് വെച്ചാൽ ഓക്കെ, ഇങ്ങനെ ഒരു എക്സ് ക്യൂബ് മെയിനായിട്ട് ഫാക്ടർ തിയറി യൂസ് ചെയ്യാൻ ക്യൂബ് വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു മനസ്സിലായി ഏതൊരു എക്സ് കൊടുക്കുന്ന സമയത്ത് 0 വരുന്നുണ്ട് കംപ്ലീറ്റ് ഇക്വേഷനിൽ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വിളിക്കും ആ എക്സിനെ ഏതൊരു വാല്യൂ കൊടുത്ത് അപ്പോൾ 2ലാണ് 0 വരുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ 2 ആണ് 0 വരുന്നത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ x2. അന്നേരം നമുക്ക് പറയാൻ പറ്റും x-2 എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ എന്ന് പറയും. അതാണ് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എക്സ് പി മൈനസ് ബി ഓഫ് എ ബി ബൈ എയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എയിൽ സൊല്യൂഷൻ എന്ന് പറയും. എന്നിട്ടോ എക്സ് പ്ലസ് ബി ബൈ എ
നമ്മളെ ഭാഗമായിട്ട് വരും, ഫാക്ടറായിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, എക്സ് ഇസിക്വൽ ടു മൈനസ് ബി ബൈ എൽ ഇതാണ് ഫാക്ടറാണ്. അപ്പം ഉള്ളോട്ടേക്ക് നമ്മൾ ക്രോസ് ചെയ്യും. അപ്പം എക്സ് എ എക്സ് പ്ലസ് ബി ഇതിൽ അത് ഫാക്ടർ എന്ന് പറയാം, അങ്ങനെ എഴുതാം. ശരിയല്ലേ? ജസ്റ്റ് ഏത് വാല്യൂലാണോ ഇത് അത് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയും. ഏത് വാല്യൂലാണ് 0 എന്ന് ആയത് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ബി ബൈ എയിലാണ് സൊല്യൂഷൻ എന്ന് പറയും. എന്നിട്ട് പറയും എ എക്സ് മൈനസ് ബി അതൊരു ഫാക്ടർ എന്ന് പറയാം. ഇസിക്വൽ ടു 0 അല്ല, 0 ആയിട്ട് വരുന്ന രീതിയിൽ ഫാക്ടർ. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കാം, മറ്റേത് നമ്മൾ നേരത്തെ ചെയ്തതല്ലേ, ഇതിൽ നോക്കി നോക്കാം ക്യൂബ് വരുന്ന സാധനം. അപ്പം ജസ്റ്റ് ഞാൻ 1 കൊടുത്തു നോക്കാം. അപ്പോൾ 1 മൈനസ് 6 പ്ലസ് 11 മൈനസ് 6 ശരി എത്ര വരാ, ഇത് 12 മൈനസ് 12 0 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എക്സ് 1ൽ ഒരു സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. എക്സ് മൈനസ് 1 ഫാക്ടറാണ്. എക്സ് മൈനസ് 1 ഇപ്പോൾ നമ്മൾ ഫാക്ടർ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ടേം ഡിവൈഡ് ചെയ്യും. എക്സ് ക്യൂബ് മൈനസ് 6x² പ്ലസ് 11x മൈനസ് 6 എന്ത് ചെയ്യും, ഇവിടെ എന്ത് കൊടുക്കണം, എക്സ് ക്യൂബ് കിട്ടണമെങ്കിൽ ഇവിടെ x² കൊടുക്കണം. അപ്പം എന്ത് കിട്ടും, എക്സ് ക്യൂബ് മൈനസ് x² കിട്ടും. മൈനസ് ചെയ്യുക, അപ്പോൾ ഇത് ക്യാൻസലായി. ശരി, അപ്പം x² മൈനസ് 6x² പ്ലസ് 11x മൈനസ് 6 ചെയ്യും. ഇനി എന്ത് ചെയ്യും, x² കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പ്ലസ് ഒരു എക്സ്, റൈറ്റ്, എക്സ് ചെയ്യുമ്പോഴത്തേക്ക് x² കിട്ടും. അപ്പോൾ എന്താ കിട്ടാൻ, ഇതുകൊണ്ട് എക്സിനോട് മൾട്ടിപ്ലൈ, അപ്പം x² കിട്ടും. മൈനസ് എക്സ് വരും. ശരി, ക്യാൻസൽ. അപ്പം മൈനസ് 6x². ഓ സോറി, ഇവിടെ വേണ്ട വാല്യൂ തെറ്റിപ്പോയി, ഒന്നുകൂടി. ഇവിടെ ആക്ച്വലി വേണ്ടത് ഇവിടെ കണ്ട മൈനസ് 6x² പ്ലസ് x² ദാറ്റ് ഈസ് മൈനസ് 5x², റൈറ്റ്, പ്ലസ് 11x മൈനസ് 6 അല്ലേ. ഇനി ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഞാൻ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട, ചെയ്ത് നോക്കുക അല്ലേ. ഇത്ര തന്നെ നമ്മുടെ ബേസിക് ഇൻ്റർവെൽസ് ആണ്. ഇൻ്റർവെൽസ് എല്ലാവർക്കും അറിയാലോ, ഓപ്പൺ ഇൻ്റർവെൽ എങ്ങനെയാണ്, ക്ലോസ് ഇൻ്റർവെൽ അറിയുക. കുച്ച് സിമ്പിൾസ് ആണ്. എന്താണ് ഡോട്ട് എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലൂഡഡ് ആണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് അല്ല എന്നാണ്. ഇത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലൂഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ്. ഇത് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ്, അതും ഇൻക്ലൂഡഡ് ആണ്. ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. ഇത് എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. ഇത് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ്റർസെക്ഷൻ ആണ്, ബിലോങ്സ് ടു ആണ്. ശരി, -3 മുതൽ 3 ഇത് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. എല്ലാം ഈസിയാണ്, എന്നാലും ഇത് ചെയ്ത് നോക്കാം. ഇതാണ് -3 എന്ന് പറയാം, ഇതാണ് 1 എന്ന് പറയാം. ഓക്കെ, -3 മുതൽ 1 വരെ ഓപ്പൺ ആണ് എന്ന് പറയാം. സോറി, ആദ്യം വരക്കുന്നതിന് മുമ്പേ എവിടെയൊക്കെ ഇല്ലാത്തത് -1 ഇല്ല, അപ്പോൾ -1 പറയാം. 0യിലുണ്ടോ, 0യിലും ഇല്ല. ശരി, അപ്പോൾ പറയാം ഇവിടെ മുതൽ ഇവിടം വരെ, ഇവിടെ മുതൽ ഇവിടം വരെ, ഇവിടെ മുതൽ ഇവിടം വരെ, ഇങ്ങനെയാണ് സെറ്റ് ആണല്ലോ. കറക്റ്റാണ്. ശരി, മാച്ച് ദി കോളം ഇതൊക്കെ മാച്ച് ചെയ്തോളി. ഭയങ്കര സിമ്പിൾ അല്ലേ, ഇത് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ, വളരെ സിമ്പിൾ. ഇത് ഇൻ്റർസെക്ഷൻ അതൊന്നും ഒന്ന് ചെക്ക് ചെയ്താളെ അല്ലേ. ഏത് നമുക്ക് ചെക്ക് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെക്ക് ചെയ്താളയാം. ഇങ്ങനെ വരക്കാം, എല്ലാം സിമിലർ തന്നെ ഇത്. -2 മുതൽ 3 വരെ, -2 മുതൽ 3 വരെ. അപ്പോൾ ഇവിടം വരെയാണ്, ഇവിടം വരെ വരാം. 2 ഉണ്ടല്ലോ, അപ്പോൾ 2 നമുക്ക് ഉള്ള നമ്പേഴ്സ് എല്ലാം ആദ്യം മാർക്ക് ചെയ്യാൻ. പിന്നെ ഏതാണ്, -1 ഉണ്ട്, സോ -1 ഉണ്ട്. നമ്പർ ലൈൻ അക്കോർഡിംഗ്ലി മാർക്ക് ചെയ്യാൻ. -2 മുതൽ 3 വരെ പറയുന്നുണ്ട് ഒരെണ്ണം, സോ അതാണ് ഇവിടം വരെ. -2 മുതൽ 3 വരെ ഒരെണ്ണം, ബിക്കോസ് ക്ലോസ് അല്ല, ഓപ്പൺ ആണ്. ഇനി -1 മുതൽ 2 വരെ ഒരെണ്ണം ഉണ്ട്, അത് ഇവിടെ ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്, പക്ഷേ ഇവിടെ ഷെയ്ഡഡ് ആണ്, ഐ മീൻ ഉണ്ട്. ഇനി എന്താ പറയുക, അതിൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ഒരു ഭാഗം രണ്ടും കൂട്ടിയിട്ടുള്ള കംപ്ലീറ്റ് സെറ്റ്. അപ്പോൾ പറയാൻ -2 അവിടെ എന്താണ്, ഓപ്പൺ ആണോ, ഓപ്പൺ ആണ്. 3 അവിടെ വരെ, ഇതാണ് യൂണിയൻ നോക്കി നോക്ക്, കറക്റ്റാണ്. ഇനി ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരേ റൂഫ് വരുന്ന രീതിയിൽ, രണ്ടിനും ഉള്ളത് ഇത് റൂഫ് വരുന്നുണ്ട്. ഓക്കെ, -1 രണ്ടിലും ഉണ്ടോ, ഇല്ല, ഒരുത്തൻ്റെയിലുള്ളൂ -1, അതല്ലാണ് ഇവൻ്റെയിലാണ് -1 ഉള്ളത്, ഇവൻ്റെയിൽ ഇല്ല. അപ്പോൾ നമുക്ക് -1 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, സോ -1 ഇങ്ങനെ ചെയ്യാം, ക്ലോസ്ഡ് ആയില്ല, ഓപ്പൺ ആയിട്ട്. ഇനി 2 രണ്ടിലും ഉണ്ട്. ശരി, അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ട് എഴുതാം, കറക്റ്റ് അല്ലേ, അങ്ങനെ രീതിയിൽ എഴുതാൻ പറ്റും. ബാക്കിയെല്ലാം ചെയ്തോളി. ഇക്വാലിറ്റീൻ്റെ കുറച്ച് റൂൾസ് ആണ്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് ഈ രീതിയിലുള്ള സംഭവം ഈക്വൽ ആണെങ്കിൽ, ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എന്ന രീതിയിൽ. ഓക്കെ, അതിന് പല സൊല്യൂഷൻസ് ഉണ്ടോ, ഒറ്റ സൊല്യൂഷൻ അല്ല, കുറേ സൊല്യൂഷൻസ് ഉണ്ടോ. കുറച്ച് കാംകി ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ഇക്വാലിറ്റീൻ്റെ മുകളിൽ രണ്ട് സൈഡിലും നമുക്ക് ഏത് നമ്പറും ആഡും ചെയ്യാം, സബ്ട്രാക്റ്റും ചെയ്യാം. ഇക്വാലിറ്റീൻ്റെ സൈനിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ 2x രണ്ട് സൈഡിലും -3 കൊണ്ട് ആഡ് ചെയ്യണം. സോ -3 + 3 -3, ഇപ്പുറവും -3 ഉണ്ട്, 7 -3. കുഴപ്പമില്ല, ഒന്നും ആവില്ല. 2x = 4 എന്ന രീതിയിൽ, x <4 എന്ന രീതിയിൽ വരും അല്ലേ. ഇത് തന്നെയാണ് പരിപാടി. നമ്മൾ ആക്ച്വലി എന്താ ചെയ്യാൻ, ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ അത് മൈനസ് ആവും. അത് തന്നെയല്ലേ ചെയ്യുന്നത് നമ്മൾ. രണ്ട് സൈഡിലും -3 കൊണ്ടും ആഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവുന്നുള്ള കാര്യം ചിന്തിച്ചാൽ പോരാ. അതന്നെ പരിപാടി, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ഡിവൈഡിങ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനില്ല ഒരു ഇനിക്വാളിറ്റീൻ്റെ മുകളിൽ
ഒരു ഇനിക്വാളിറ്റി. ഇപ്പോൾ ഇത് 6 ഗ്രേറ്റർ ദാൻ 4. ഓക്കെ, എനിക്കില്ല പോസിറ്റീവ് സാധനങ്ങളോട് ലെഫ്റ്റിലും റൈറ്റിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനിക്വാളിറ്റീൻ്റെ സൈന് മാറൂല. അതേപോലെ പോസിറ്റീവ് സാധനം കൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിക്വാളിറ്റീൻ്റെ സൈന് മാറൂല. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ 2 ഡിവൈഡ് ചെയ്ത് പോസിറ്റീവ് അല്ലേ, ഇനിക്വാളിറ്റി 3 ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, കറക്റ്റാണ്. പക്ഷേ ഞാൻ നെഗറ്റീവായിട്ടുള്ള സാധനം കൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും മൾട്ടിപ്ലൈയോ അല്ലെങ്കിൽ ഡിവൈഡോ ചെയ്തതിന് ഇനിക്വാളിറ്റിയുടെ സൈൻ അപ്പോഴേ നെഗറ്റീവ് ആയിപ്പോവും. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്ന് വെച്ചാൽ നോക്കി. ഫോർ എക്സാമ്പിൾ എന്താണ് ഇവിടെ, അതാ ഞാനിപ്പോൾ 6 ഗ്രേറ്റർ ദാൻ 4 ആണല്ലോ, ഞാൻ എന്ത് ചെയ്യും, -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ലെഫ്റ്റിലും റൈറ്റിലും. അപ്പം -12 ഗ്രേറ്റർ ദാൻ -2 കൊണ്ടല്ല, അപ്പോൾ -8. -12 ഗ്രേറ്റർ ദാൻ -2 ആണ്, ഒരിക്കലും അല്ല, തെറ്റാണ്. അപ്പം -12 ലെസ് ദാൻ -8 എന്ന രീതിയിലാണ് വരേണ്ടത്. ഓക്കെ, ഇനി ഒരു ഇനിക്വാളിറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സ്ക്വയർ ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്പേഴ്സ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം എപ്പോഴും. ഓക്കെ, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 9 ഗ്രേറ്റർ ദാൻ 4. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സ്ക്വയർ ചെയ്യാം, 81 ഗ്രേറ്റർ ദാൻ 60 എന്ന് പറയാൻ പറ്റും. പക്ഷേ -9 ഗ്രേറ്റർ ദാൻ -4 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 81 ഗ്രേറ്റർ ദാൻ 16 എന്നാവുമോ? ഇത് തെറ്റിയില്ലേ? 81 ഗ്രേറ്റർ ദാൻ 16 തെറ്റിയില്ലേ? അങ്ങനെ ആവാൻ പറ്റില്ല. അപ്പം രണ്ടും പോസിറ്റീവ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ്, രണ്ടും പോസിറ്റീവ് ആണ് കേട്ടോ. അല്ലാണ്ട് ഒരുത്തൻ്റെ പോസിറ്റീവ് ഒരുത്തൻ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് അതൊന്നും നടക്കും. പക്ഷേ ഓർത്ത് പവർ എങ്ങനെ വേണമെങ്കിൽ സ്ക്വയർ ചെയ്യുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അത് എങ്ങനെയാണ് സ്ക്വയർ ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഒരുമിച്ച് സ്ക്വയർ ചെയ്യുക, അങ്ങനെ അതിൻ്റെ ഇനിക്വാളിറ്റിയിൽ വ്യത്യാസം വരില്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഇനി ഇനിക്വാളിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഇനിക്വാളിറ്റീസ് ഓക്കെ, രണ്ട് ഇനിക്വാളിറ്റീസ് സുഖമായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഇതാ എ ഗ്രേറ്റർ ദാൻ ബി, ഇതിങ്ങനെ ആഡ് ചെയ്യാം. A+C ഗ്രേറ്റർ ദാൻ B+D എന്ന രീതിയിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ നോക്കാം, A<B ശരി, C ഗ്രേറ്റർ ദാൻ B ഇങ്ങനെ പോയിട്ട് ആഡ് ചെയ്തിട്ട് A+C ഇതാണ് കൊടുക്കേണ്ടത് ഔട്ടായി പോകും അല്ലേ? അങ്ങനെ ആഡ് ചെയ്യാൻ പാടില്ല. രണ്ടിനും സൈൻ ഒരേ രീതിയിൽ വരുന്ന സമയത്ത് ഇപ്പോൾ രണ്ട് ഒരേ സൈഡിലാണ് A+C ഗ്രേറ്റർ ദാൻ B+D അങ്ങനെ ചെയ്യാം. ഇനി സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, ഇനിക്വാളിറ്റിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്യാൻ തെറ്റിപ്പോകും. ബിക്കോസ് പറയാൻ കഴിയില്ല A-C ഗ്രേറ്റർ ദാൻ B-D എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അത് പറയാൻ കഴിയില്ല. അത്രേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ഇതാ എക്സിൻ്റെ റേഞ്ച് എടുത്തിട്ടുണ്ട്, വൈയുടെ റേഞ്ച് എടുത്തിട്ടുണ്ട്, X+Yയുടെ റേഞ്ച് എടുത്താണ്. പിന്നെ എക്സിൻ്റെ റേഞ്ച് X എന്ന് പറഞ്ഞാൽ 1 മുതൽ 3 മുതൽ -2 വരെ, Y എന്ന് പറഞ്ഞാൽ 1 മുതൽ ഇടം വരെ 7 മുതൽ 5 വരെ. അപ്പോൾ X+Yയുടെ അങ്ങനെ പറഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റും സുഖമായിട്ട്. ഇനിക്വാളിറ്റീസ് സെയിം ആണെങ്കിൽ X+Y 1 മുതൽ ഇടം വരെയാണ് 10 മുതൽ 2 വരെ, 3 വരെ. അപ്പോൾ X+Y 3 മുതൽ 10 വരെ എന്നുള്ള കാര്യം മനസ്സിലായി. ശരി, X-Y എന്ത് ചെയ്യും, X-Yയുടെ റേഞ്ച് നടത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ X 3 മുതൽ -2 വരെ എന്നുള്ള കാര്യം മനസ്സിലായി. വൈനെ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ വൈനെ കംപ്ലീറ്റ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. -1 മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് സംഭവിക്കുക, -7 ഗ്രേറ്റർ ദാൻ Y, ഇവിടെ Y അല്ല മൈനസ് ദാൻ -5. ഇത് ഇനിക്വാളിറ്റി റിവേഴ്സ് ഇതിന് അത് എടുത്ത് കാണുമ്പോൾ തോന്നില്ല എന്നുള്ളത്. -7 ഞാൻ ഇങ്ങോട്ട് എഴുതിയല്ലേ, അപ്പോൾ റിവേഴ്സ് ആയിട്ട് തന്നെയുള്ളത്. നേരത്തെ -7 ലെസ് ദാൻ Y ലെസ് ദാൻ -7 ഇപ്പം ഗ്രേറ്റർ ദാൻ -7 റൈറ്റ്. സോ അങ്ങനെ എഴുതി ഞാൻ -Y -7. ഇനി ആഡ് ചെയ്ത് നോക്ക്, X-Y ആഡ് ചെയ്താൽ -2 ആഡ് ചെയ്താൽ -9. അപ്പോൾ -9 മുതൽ -2 വരെ കറക്റ്റാണ്. ഗുഡ്. ഇനി രണ്ട് ഇനിക്വാളിറ്റീസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതാ രണ്ട് ഇനിക്വാളിറ്റീസ്, ഈ ഇനിക്വാളിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എങ്ങനെയാണ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, സുഖമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് 5 × 4 ദാറ്റ് ഈസ് 20 ദാറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 6. ട്രൂ തന്നെയാണ്, ട്രൂ. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ AC ഗ്രേറ്റർ ദാൻ BD ഓൺലി ഇഫ് AC BD ആർ ഓൾ പോസിറ്റീവ്. 0 ആവാനും പാടില്ല. 0 ആണെന്ന് ചോദിച്ചു ഇപ്പോൾ ഒരുത്തിന് എന്താ പറയുക, 0 ഇപ്പോൾ ഇനിക്വാളിറ്റി എനിക്ക് എഴുതാൻ കഴിയും, നേരം നെഗറ്റീവ് വരും. നേരം നമുക്ക് ഓൾറെഡി അറിയാം B നെഗറ്റീവ് ആകാൻ പാടില്ല എന്നുള്ള കാര്യം. സോ അങ്ങനെ ആവാൻ പറയുന്നില്ല, 0 ആവാനും പാടില്ല, അത്ര തന്നെ. ഇനി ഡിവൈഡ് ഒരിക്കലും പാടില്ല, ഇനിക്വാളിറ്റീസ് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനിക്വാളിറ്റീസ് ഒന്നും ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അതെന്ന് പറഞ്ഞാൽ ഇനിക്വാളിറ്റി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പാടില്ലല്ലോ. അതേപോലെ തന്നെ ഇനിക്വാളിറ്റീസ് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഇനിക്വാളിറ്റീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനിക്വാളിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് ആവണം. പിന്നെ ഇനിക്വാളിറ്റി സ്ക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ ബോത്ത് സൈഡ്സും പോസിറ്റീവ് ആവണം. ഇനിക്വാളിറ്റീസ് നമുക്ക് എന്താണ് ഈ ഓടത്ത് പവർ എങ്ങനെ വേണം വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് അതിൻ്റെ എന്താണ് നെഗറ്റീവ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഇനിക്വാളിറ്റി വ്യത്യാസം വരില്ല. പിന്നെ ഒരു ഇനിക്വാളിറ്റി പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈന് ചേഞ്ച് ആവില്ല. പക്ഷേ നെഗറ്റീവ് നമ്പറോട് മൾട്ടിപ്ലൈയോ
എന്താ ഡിവൈഡോ രണ്ട് സൈഡിലും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനിക്വാളിറ്റീൻ്റെ സൈൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആവും. ഇത്രയും ലോസ് ആണ് ഇപ്പം പഠിക്കാനുള്ളത്. ഓക്കെ, ബേസിക് ഈ ക്വസ്റ്റ്യൻസിൽ ഞാൻ വെറുതെ സമയം വേസ്റ്റ് ആക്കണം. ഇതെന്ത് ചെയ്യാനുള്ളത് 5x ലെസ് ദാൻ എന്ത് ചെയ്യണ്ടേ 15 എക്സ് ലെസ് ദാൻ 3 കഴിഞ്ഞില്ലേ. എക്സ് ലെസ് ദാൻ 3 എന്നാണ് -∞ 3 വരെ. ഇതാണെങ്കിലോ എക്സ് ഞാൻ -2 കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യും. ബിക്കോസ് എക്സ് ഈ -2 ഇങ്ങോട്ടല്ലേ പോകുന്നത്, അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനിക്വാളിറ്റി ചേഞ്ച് ആവും. അപ്പോൾ -5/2 ഉണ്ടാ ആ രീതിയിൽ. പിന്നെ ബാക്കി ഇതെല്ലാം സിമ്പിൾ അല്ലേ. അങ്ങനെ ഈ ക്വസ്റ്റ്യന് എന്ത് ചെയ്യുക, ഈ 2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ ഇനിക്വാളിറ്റി വ്യത്യാസം ഉണ്ടോ ഇല്ല. ഇത് പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റീൻ്റെ സൈൻ സെയിം തന്നെ. അപ്പം ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x -16 ശരി. ഇനിക്വാളിറ്റി അങ്ങനെ തന്നെ ഉണ്ട്. ഇതാണ് 12x 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. 3x -21 12x ഇങ്ങോട്ട് വന്നാൽ -2x സോറി ഇനിക്വാളിറ്റി ഞാൻ ചേഞ്ച് ചെയ്തത് ഗ്രേറ്റർ ഈക്വൽ ടു -5. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, എക്സ് ലെസ് ദാൻ ഇനിക്വാളിറ്റി റിവേഴ്സ് ആയി. കാരണം എന്തുകൊണ്ടാണ് ഞാൻ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം -5/-2 അപ്പോൾ എന്ന് വെച്ചാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/2 എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 5/2 -∞ മുതൽ 5/2 വരെ. ശരി, ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ 1 ഡിവൈഡ് ബൈ 3x -2 ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 0. ഇനി 1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ 1 ഡിവൈഡ് ബൈ എന്തോ സാധനം അത് നെഗറ്റീവ് ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി താഴത്തെ സാധനം എന്തായിരിക്കണം നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് 3x -2 അത് നെഗറ്റീവ് ആയതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ ടേം കംപ്ലീറ്റ് നെഗറ്റീവ് ആണ്. ബിക്കോസ് മുകളിലുള്ള ടേം പോസിറ്റീവാണ്, താഴെ അപ്പം കംപ്ലീറ്റ് ടേം നെഗറ്റീവ് ആണെങ്കിൽ താഴെ സാധനം നെഗറ്റീവ് ആണ്. അപ്പോൾ 3x -2 ലെസ് ദാൻ 0 എന്ന് പറയാൻ പറ്റും. 3x ലെസ് ദാൻ 2 എന്ന് പറയാൻ പറ്റും. എക്സ് ലെസ് ദാൻ 2/3 എന്ന് പറയാൻ പറ്റും. അപ്പോൾ -∞ മുതൽ 2/3 വരെ ആയിരിക്കും എക്സ് ബിലോങ്സ് ടു. ഓക്കെ.